എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏകദേശം 12,000-ഓളം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച്, അതായത് അതിൽ നിന്നും ഏകദേശം 12,000-ഓളം തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം 12,600 സംതിങ് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തപ്പോൾ അതിൽ 644 വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ വിവിധ കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടുകയും, അതായത് ഇതിന് പരിഗണിക്കാതിരിക്കും 12,000-ഓളം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 12,000-ൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നുപോയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ആ ഒരു രീതിയിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരുടെ സഹായം, അതായത് മുതിർന്ന നിങ്ങളുടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഹായം തേടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവർക്കും പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും റിക്കവർ ചെയ്ത് എടുത്തു തരുന്നതും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇതെങ്ങനെ ചെക്ക് ചെയ്യാം, അതായത് ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനാണ് നൽകേണ്ടത്. അത് ഹയർ സെക്കൻഡറിയുടെ ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് HSCAP വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ നിങ്ങളുടെ സ്കീം സെലക്ട് ചെയ്യുക. ഈ വർഷം SSLC പാസ്സായവരാണെങ്കിൽ 2023-24 എന്നുള്ളതും മറ്റുള്ള ഏതെങ്കിലും വിഭാഗത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ ഏതാ വിഭാഗത്തിലാണോ ഉള്ളത് അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടിലുണ്ടാകും. അത് കറക്റ്റായിട്ട് നൽകുക. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ഏത് മാസമാണ് പാസ്സായിട്ടുള്ളത്, ഏത് വർഷമാണ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇയർ സെലക്ട് ചെയ്യുമ്പോൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, അടുത്തതായിട്ട് മൊബൈൽ നമ്പറും അതുപോലെ വീണ്ടും മൊബൈൽ നമ്പർ നൽകിയ ശേഷം നിങ്ങളുടെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, നിങ്ങൾ സ്വന്തമായിട്ടാണോ അല്ലയോ ആപ്ലിക്കേഷൻ നൽകിയത് എന്നുള്ളതാണ്. അത് സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് എന്നും അക്ഷയ വഴിയോ മറ്റോ ആണെങ്കിൽ അതേഴ്സും സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയാണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളതുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരമുള്ള കുറച്ച് അക്കങ്ങൾ കാണാം. ജസ്റ്റ് അത് അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക. ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആ ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് വരും. ആ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് OTP വരും. അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് വന്ന OTP കറക്റ്റായിട്ട് ആ ഒരു പേജിൽ ടൈപ്പ് ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ റിക്കവറായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ട് ഒരു പേപ്പറിലോ മറ്റോ എഴുതി വെക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറിന് പകരം നിങ്ങളുടെ പാസ്വേഡാണ് മറന്നുപോയതെങ്കിൽ അല്ലെങ്കിൽ പാസ്വേഡ് അറിയില്ല എന്നാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ഏത് ജില്ലയിലായിരുന്നു എന്നുള്ളത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരമുള്ള ജസ്റ്റ് കുറച്ച് അക്കങ്ങൾ കാണാം. ആ ഒരു അക്കങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് OTP നൽകാനായിട്ട് സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ കറക്റ്റായിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ 2 തവണ നിങ്ങളുടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് അല്ല, അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പുതിയ പാസ്വേഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നേരത്തെയുള്ള ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ തന്നെ വരിക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകുക. അതുപോലെ തന്നെ ഏത് ജില്ലയിലായിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ
അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഏത് കോഴ്സിലാണ് ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അറിയുകയും അതിനുശേഷം ആ ഒരു സ്കൂളിൽ നിങ്ങൾ 29-ാം തീയതി വൈകുന്നേരം 4 മണിക്കുമായിട്ട്, അതായത് ഇന്ന് മുതൽ 29-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യുക. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഈ ഒരു അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ സാധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ EWS കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ NCC, അതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്, അതുപോലെ ഇതുപോലുള്ള LSS, USS, NMMS ഇതുപോലുള്ള ഇവയൊക്കെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ കൂടി എടുത്തിട്ട് പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജൂലൈ 29-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ഇതിനുശേഷം സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നതാണ്. അതിന് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.